ആൽത്തറയിൽ വാഴുന്ന ഓച്ചിറ പരബ്രഹ്മമൂർത്തിയുടെ കഥയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അകവൂർ ചാത്തന്റെ നിഷ്കളങ്ക ഭക്തിയിൽ പ്രസാദിച്ച ശ്രീ പരമേശ്വരൻ കാളയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട കഥയാണിത്. കൊല്ലം ജില്ലയുടെ വടക്കേ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം സാധാരണ ക്ഷേത്രസങ്കല്പങ്ങളിൽ പല വിധത്തിലും വ്യത്യസ്തമായ ഒന്നാണ്. ക്ഷേത്രങ്ങൾക്ക് അനിവാര്യമായ ശ്രീകോവിലോ ചുറ്റമ്പലമോ ധ്വജസ്തംഭങ്ങളോ ഒന്നും ഇവിടെയില്ല. പടർന്നു പന്തലിച്ച ആലുകളും ആൽത്തറകളും മാത്രമാണ് ആകെയുള്ളത്. ഓച്ചിറ പരദേവർ കുടിയിരിക്കുന്നതും ഇത്തരമൊരു ആൽത്തറയിൽ തന്നെ. മഞ്ഞും മഴയും വെയിലും കണ്ട് പരദേവർ തന്നെ തേടിയെത്തുന്ന ആയിരങ്ങൾക്ക് ദർശനം നൽകുന്നു. ദക്ഷിണകാശി എന്നുകൂടി അറിയപ്പെടുന്ന ഓച്ചിറ ക്ഷേത്രം 36 ഏക്കറോളം വ്യാപിച്ചു കിടക്കുകയാണ്. ഇവിടെ ക്ഷേത്രം പണിയിക്കാൻ ചില രാജാക്കന്മാർ ശ്രമിച്ചെങ്കിലും ദൈവഹിതം അനുകൂലമല്ലാത്തതിനാൽ അത് നടന്നില്ല. പരദേവർക്കും ചുറ്റും മുമ്പുമുണ്ടായിരുന്ന കാട് വെട്ടി ക്ഷേത്രമുണ്ടാക്കാൻ ആദ്യം ശ്രമിച്ചത് തിരുവിതാംകൂർ മഹാരാജാവാണ്. അതിനുള്ള പ്രയത്നം തുടങ്ങിയതും പരദേവർ അശരീരിയായി അവതരിച്ച് മേൽക്കൂരയിൽ വീഴുന്ന മഴത്തുള്ളികൾ 4 സാഗരങ്ങളിലും പതിക്കണമെന്ന അസാധ്യമായ ആവശ്യം ഉന്നയിച്ചു എന്നും മഹാരാജാവ് തന്റെ ശ്രമത്തിൽ നിന്ന് പിന്മാറിയതായാണ് കഥ. ശ്രീകോവിലിനകത്ത് ഒതുങ്ങാതെ ഭക്തജന സമക്ഷം യാതൊരു മറയുമില്ലാതെ കഴിയാനാണ് പരദേവർക്ക് പ്രിയം എന്ന് പ്രശ്നവിചാരത്തിലൂടെ അറിയുകയും ചെയ്തു.